ഹലോ മക്കളെ, അപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്ററില് ഐഡിയാസ് അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മള് ജൈനിസം പഠിച്ചു കഴിഞ്ഞു, ബുദ്ധിസം പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി നമ്മള് നോക്കാൻ പോകുന്നത് എന്താണ്? മെറ്റീരിയലിസം അല്ലെങ്കിൽ ഭൗതികവാദമാണ്. ഓക്കെ, മെറ്റീരിയലിസം അഥവാ ഭൗതികവാദമാണ് നെക്സ്റ്റ് നമ്മള് നോക്കുന്നത്. സോ ഭൗതികവാദം അഥവാ മെറ്റീരിയലിസം വ്യത്യസ്ത ആശയധാരകൾ ഉയർന്നു വന്നതാണ് പ്രാചീന കാലം മുതലുള്ള ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രധാന പ്രത്യേകത. അപ്പൊ നമ്മുടെ പ്രാചീന കാലം മുതൽ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ആശയങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. The main characteristics of Indian culture since ancient times is the emergence and merger of different schools of thoughts. Several schools of thought were formed in the 6th century BCE. Materialism was one of them. അപ്പം BC 6-ാം നൂറ്റാണ്ടില് നിരവധി ആശയങ്ങൾ ഇങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് മെറ്റീരിയലിസം അഥവാ ഭൗതികവാദം. അപ്പൊ നമ്മൾ ബുദ്ധിസം ജൈനിസം പഠിച്ചു. എന്താണ് ഭൗതികവാദം എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അജിത കേശകമ്പളിൽ ആയിരുന്നു ഈ ചിന്താധാരയുടെ പ്രചാരകൻ. അപ്പം ആരായിരുന്നു ഈ ഒരു ഭൗതികവാദം അഥവാ മെറ്റീരിയലിസം പ്രചരിപ്പിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ആള്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള്? നിങ്ങൾ ഈ പേര് നിങ്ങൾ മസ്റ്റായിട്ടും ഓർത്തു വെക്കണം. അജിത കേശകമ്പളിൻ. അജിത കേശകമ്പളിൻ ആയിരുന്നു മെറ്റീരിയലിസം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള, ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് അജിത കേശകമ്പളിൻ. And he was a contemporary of the Buddha. അപ്പം ബുദ്ധന്റെ സമകാലികൻ അല്ലെ, ബുദ്ധിസം പോയിട്ടുള്ള, ബുദ്ധൻ വളർന്നിട്ടുള്ള അതേ സെയിം ഏജ് അല്ലെങ്കിൽ ആ സെയിം കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ആളാണ് ഈ അജിത കേശകമ്പളിൻ. എല്ലാ മതാനുഷ്ഠാനങ്ങളും അർത്ഥശൂന്യമാണെന്നും ഇഹലോകം പരലോകം എന്നിവയില്ലെന്നും ഇവർ അഭിപ്രായപ്പെട്ടു. അല്ലെ, എന്താണ് ഈ ഒരു മെറ്റീരിയലിസം പറയുന്നത്? എല്ലാ മതാനുഷ്ഠാനങ്ങളും അർത്ഥശൂന്യമാണ് അല്ലെ. നമ്മുടെ മതത്തിന്റെ പേരിൽ ഒരുപാട് അനുഷ്ഠാനങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ. നമ്മുടെ മതത്തില് ഒരുപാട് മതങ്ങളുണ്ട്. ആ മതത്തിലൊക്കെ നമ്മൾ ഓരോരോ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്നില്ലേ? അപ്പം ഇദ്ദേഹം എന്താണ്, മെറ്റീരിയലിസ്റ്റിക് എന്താണ് പറഞ്ഞത്? ഭൗതികവാദികൾ എന്താണ് പറഞ്ഞത്? ഇങ്ങനത്തെ മതത്തിന്റെ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാം, അങ്ങനത്തെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ വെറുതെയാണ്. എന്താണ്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പരലോകത്തേക്ക് പോകാന്നാ പറയാ അല്ലെ. പരലോകം, ഇഹലോകം വെടിഞ്ഞ് പരലോകത്തേക്ക് പോകാന്നല്ലേ പറയാ മരിക്കുന്ന ആളെ. അപ്പം ഇവര് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഹലോകം പരലോകം ഇങ്ങനെയൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ ഈ മതാനുഷ്ഠാനങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇഹലോകവും പരലോകവും അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല എന്നാണ് ഭൗതികവാദത്തിൽ പറയുന്നത്. ഓക്കെ, ദ മെറ്റീരിയലിസ്റ്റ് opined that all religious practices are meaningless. അല്ലെ, നിങ്ങൾ റിലീജിയസ് പ്രാക്ടീസസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അതൊക്കെ ചുമ്മാ ചെയ്യുന്നതാണ്, അതിനെ കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. എന്താണ്? There is neither ഇഹലോക or പരലോക. ഇഹലോകവും പരലോകവും അങ്ങനെയൊന്നുമില്ല. ഇഹലോകത്തിന് this world and the other world എന്നാ പറയട്ടോ. ഇഹലോകം, അതർ വേൾഡ് എന്ന് പറഞ്ഞാൽ പരലോകം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് ആര് പറയുന്നത്? മെറ്റീരിയലിസ്റ്റ് പറയുന്നത്. ഭൗതികവാദികൾ ഇങ്ങനെ പറഞ്ഞു. എന്താ അവര് പറഞ്ഞത്? മനുഷ്യൻ 4 ഘടകങ്ങളാൽ നിർമ്മിതമാണ്. അവര് പറഞ്ഞിട്ടുള്ളത് മനുഷ്യന്മാര് 4 ഘടകങ്ങളാണ് മനുഷ്യന്മാരെ ഉണ്ടാക്കിയിട്ടുള്ളത്. അവര് മരിക്കുന്ന സമയത്ത് അവരിലെ ഖരാംശം അല്ലെ, സോളിഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ അല്ലെ, നമുക്ക് ഖരം, ദ്രാവകം, വാതകം നിങ്ങൾക്ക് അറിയില്ലേ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. അതിനകത്ത് സോളിഡ് ആയിട്ടുള്ള സാധനങ്ങൾ എങ്ങോട്ടേക്ക് പോകും? ഭൂമിയിലേക്ക് അങ്ങ് ലയിച്ചു പോകും. ഓക്കെ, സോളിഡ് സാധനങ്ങൾ ഭൂമിയിലേക്ക് അങ്ങ് ലയിച്ചു പോകും. ഇനിയോ ദ്രവം ഉണ്ട് അല്ലെ, ലിക്വിഡ് പോർഷൻ ഉണ്ട് അല്ലെ, ദ്രവാംശം എന്താ ചെയ്യുക? അത് വെള്ളത്തിൽ പോയിട്ട് ലയിക്കും. ഓക്കെ, അപ്പം ഖരാംശം അല്ലെങ്കിൽ സോളിഡ് ഭാഗം എന്ത് ചെയ്യും? അത് എർത്തിലേക്ക് ലയിക്കും. ഇനി വെള്ളം, ഫ്ലൂയിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിക്വിഡ് പോർഷൻ എന്ത് ചെയ്യും? വെള്ളത്തിൽ പോയിട്ട് ലയിക്കും. ഇനി ചൂടുണ്ട് അല്ലെ, നമ്മൾ തൊടുന്ന സമയത്തൊക്കെ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നില്ലേ? ഈ ചൂട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് തീയിൽ പോയിട്ട് ലയിക്കും. ഓക്കെ, ചൂട് തീയിൽ പോയിട്ട് ലയിക്കും. ഇനി നമുക്ക് ശ്വാസമുണ്ട് അല്ലെ, മരിക്കുന്ന സമയത്ത് ശ്വാസം നഷ്ടപ്പെടുന്നില്ലേ? ഈ ശ്വാസം എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് അവർ പറയുന്നത്? ശ്വാസം വായുവിലേക്ക് പോകും. ഓക്കെ, ശ്വാസം വായുവിലേക്ക് പോകും. ഇനി ഇന്ദ്രിയങ്ങൾ അല്ലെ, നമുക്ക് ഒരുപാട് ഇന്ദ്രിയങ്ങളുണ്ട് അല്ലെ, ചെവി, കണ്ണ് അല്ലെ, അങ്ങനെ ഇന്ദ്രിയങ്ങളുണ്ട്. ഈ ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യും? ശൂന്യാന്തരീക്ഷത്തിലേക്ക് ലയിക്കും. ഇന്ദ്രിയങ്ങളൊക്കെ ശൂന്യാന്തരീക്ഷത്തിലേക്ക് ലയിക്കും.
അങ്ങനെ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഫുൾ പോയി. അതിന് ഇഹലോകം പരലോകം അങ്ങനെയൊന്നുമില്ല. ഒരാളുടെ ശരീരത്തിൽ 4 ഭാഗങ്ങളുണ്ട്. അവർ മരിക്കുന്ന സമയത്ത് അവരുടെ ഖരാംശം ഭൂമിയിൽ ലയിക്കും, ദ്രവാംശം വെള്ളത്തിൽ പോവും, ചൂട് തീയിൽ പോവും, ശ്വാസം വായുവിൽ പോവും, ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യും, ശൂന്യാന്തരീക്ഷത്തിലേക്ക് പോവും. അതാണ് മെറ്റീരിയലിസ്റ്റ് പറയുന്നത്. ഹ്യൂമൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 4 elements. when they die, അവർ മരിക്കുന്ന സമയത്ത് the solid matter dissolves in the earth. അല്ലെ, സോളിഡ് മാറ്റർ ഒക്കെ എർത്തിലേക്ക് പോവും. ലിക്വിഡിറ്റി dissolves in water, heat in fire, ചൂട് തീയിലേക്ക് പോവും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ബ്രെത്ത് ഇൻ എയർ, അല്ലെ, നമ്മുടെ ശ്വാസം വായുവിലേക്ക് അങ്ങ് പോവും. അതുപോലെ സെൻസസ് ഇൻ വാക്കം, സെൻസസ് മൊത്തം വാക്കത്തിലേക്കും പോവും. ഇതാണ് ഭൗതികവാദികൾ ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ പുതിയൊരു കോൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഈസ് മഹാജനപദങ്ങൾ അഥവാ ആദ്യകാല രാഷ്ട്രങ്ങൾ. ഓക്കെ, ഇന്നത്തെ രാഷ്ട്രം എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രിയില് 28 സംസ്ഥാനങ്ങളല്ലേ ഉള്ളത്. അപ്പൊ ആ രീതിയിലല്ലേ നമ്മുടെ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുന്നത് മഹാജനപദങ്ങൾ അഥവാ ആദ്യകാല രാഷ്ട്രങ്ങളാണ്. BC 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നിരവധി രാഷ്ട്രങ്ങളിൽ ഒന്നായിരുന്നു വജ്ജി. ഓക്കെ, BC 6-ാം നൂറ്റാണ്ടില് ഇന്ത്യയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രമായിരുന്നു ഒരു സ്ഥലം, ഒരു രാഷ്ട്രങ്ങളിൽ ഒന്നായിരുന്നു വജ്ജി. അപ്പൊ ഇന്ത്യയിൽ തന്നെ എന്താണ്, കുറെ രാഷ്ട്രങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ് വജ്ജി എന്ന് പറയുന്നത്. So, Vajji was one of the many states in India in the 6th century BCE. Tribal social system existed in the Vedic period. Okay. വജ്ജി വേദകാലഘട്ടത്തിൽ ഗോത്ര സമൂഹ വ്യവസ്ഥയാണ് നിലനിന്നിട്ടുണ്ടായത്. അല്ലെ, വേദകാലഘട്ടം അല്ലെ, നമ്മൾ BC 6th century ഒക്കെ മുമ്പ് എന്തായിരുന്നു, വേദകാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഗോത്രങ്ങളായിട്ടായിരുന്നു, അല്ലെ, ഓരോരോ ഗോത്രമായിട്ടായിരുന്നു നമ്മുടെ കൺട്രിയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അവയെ എന്താണ് പറയുന്നത്, ആ ഗോത്രങ്ങളെ അവര് ജന എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. Okay, so tribal system existed in the Vedic period. Tribal system ആണ് Vedic period എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. The tribes of the period were known as എന്താ പറയാ, ജന. അന്നേരത്തെ ട്രൈബിനെ പറയുന്ന പേരാണ് ജന. കൃഷി വ്യാപകമായതോടെ ഈ ഗോത്ര സമൂഹങ്ങൾ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. ഇവയെ ജനപദങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അപ്പം അന്നത്തെ ഗോത്രങ്ങളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. കൃഷി ചെയ്തതിന് ശേഷം അവർ അവിടെ തന്നെ താമസിക്കാനും തുടങ്ങി. അങ്ങനെ അവർ താമസിക്കുന്ന ആ ഏരിയനെയാണ് പിന്നീട് എന്തറിയപ്പെടാൻ തുടങ്ങിയത്, ജനപദങ്ങൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഓക്കെ, ജനപദങ്ങൾ. സോ as agriculture became widespread, these tribal communities began to settle down permanently in different places. These came to be known as Janapadas. ജനപദാസ് എന്ന് പറയുന്നത് എന്താണ്, അഗ്രികൾച്ചർ ഒക്കെ തുടങ്ങിയതിന് ശേഷം ഈ ജനാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബൽ കമ്മ്യൂണിറ്റി അവിടെ സെറ്റിൽ ആവാൻ തുടങ്ങി. അതിനെയാണ് പിന്നീട് ജനപദാസ് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് മഹാജനപദങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ജനപദങ്ങൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, ജനപദങ്ങൾ. അപ്പം ജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലം എന്നാണ് അർത്ഥം. ജനപദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജനങ്ങള് വസിച്ചുകൊണ്ടിരുന്ന സ്ഥലം, അതാണ് ജനപദം എന്ന് പറയുന്നത്. അല്ലെ, ജനങ്ങൾ താമസിച്ച സ്ഥലം, അതാണ് ജനപദം. സോ ജനപദ മീൻസ് എ പ്ലേസ് വേർ പീപ്പിൾ വേർ സെറ്റിൽഡ്. അല്ലെ, ആൾക്കാർ സെറ്റിൽ ചെയ്ത സ്ഥലത്തിനെയാണ് ജനപദം എന്ന് പറയുന്നത്. തീ ഉപയോഗിച്ച് കാടുകൾ കത്തിച്ച് കൃഷിയിടങ്ങളും താമസ മേഖലകളും രൂപപ്പെടുത്തി. ആൾക്കാർ എങ്ങനെയാണ് അവർക്ക് വേണ്ട, അല്ലെ, പഴയ സമയം എന്ന് പറഞ്ഞാൽ ഫുൾ കാടുകളാണ്, അല്ലെ, ചുറ്റും കാടാണ്. ആ കാട്ടിൽ അവർക്ക് വീടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, തീ എടുത്തിട്ട് കത്തിച്ചിട്ട്, കാടൊക്കെ കത്തിച്ചിട്ട് കൃഷിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ വേണ്ട വീട് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി ആ രീതിയിലാണ് അവര് താമസിച്ചിരുന്നത്. അല്ലെ, ഫോറസ്റ്റ് വെയർ ബേൺ ഡൗൺ to form farmlands and residential areas. People settled there permanently. എന്നിട്ട് അവരെന്ത് ചെയ്തു, അവിടെ സ്ഥിരമായിട്ട് താമസിച്ചു. ഇങ്ങനെയാണ് ജനപദങ്ങൾ നിലവിൽ വന്നത്. അപ്പം അവര് സ്ഥലത്തൊക്കെ തീയിട്ടിട്ട് അവിടെ വീടും കൃഷിയൊക്കെ നടത്തിയിട്ടാണ്. This is how Janapadas were formed. And പിൽക്കാല വേദങ്ങളിൽ വിവിധ ജനപദങ്ങളെ പറ്റിയിട്ട്
പരാമർശിക്കുന്നുണ്ട്. പിന്നീട് വന്നിട്ടുള്ള വേദങ്ങളിലൊക്കെ ഓരോരോ ജനപദങ്ങളെ പറ്റിയിട്ടൊക്കെ എക്സ്പ്ലനേഷൻ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ലേറ്റർ വേദാസ് റെഫർ ടു വേരിയസ് ജനപദാസ്. ജനപദങ്ങളിലെ കാർഷിക മിച്ചോൽപാദനം. എന്താ മിച്ചോൽപാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആവശ്യത്തിനേക്കാളും കൂടുതൽ സർപ്ലസ് പ്രൊഡക്ഷൻ ആണ് അല്ലെ, നമുക്ക് വേണ്ടത് ഉണ്ടാക്കുന്നത്. നമുക്ക് 10 കിലോ മതിയെങ്കിൽ ഒരു 20 അല്ലെങ്കിൽ ഒരു 15 കിലോ ഉണ്ടാക്കുന്നത്, അതിനെയാണ് മിച്ചോൽപാദനം എന്ന് പറയുന്നത്. സോ ജനപദങ്ങളിലെ കാർഷിക മിച്ചോൽപാദനം കച്ചവടത്തിന്റെയും നഗരങ്ങളുടെയും വളർച്ചയിലേക്ക് നയിച്ചു. അപ്പം ജനപദങ്ങളിൽ കാർഷിക മിച്ചോൽപാദനം കച്ചവടത്തിലേക്കും നഗരങ്ങളൊക്കെ വളരാൻ വേണ്ടിയിട്ട് നയിച്ചു. കച്ചവടത്തോടൊപ്പം വ്യത്യസ്ത കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ കേന്ദ്രങ്ങളും ആയി നഗരങ്ങൾ മാറി. അപ്പം കച്ചവടമുണ്ട്, അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ അല്ലെ, കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം നഗരങ്ങളായിട്ട് മാറി. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും ക്രമപ്പെടുത്തുവാനും ചില നിയന്ത്രണങ്ങൾ ആവശ്യമായിട്ട് വന്നു. അപ്പം കച്ചവടമൊക്കെ നല്ല തകൃതിയായിട്ട് പുരോഗമിക്കുന്നുണ്ട്, അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യണം അല്ലെ, ഇതിനെയൊക്കെ നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കുവാനും വേണ്ടിയിട്ട് കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ആവശ്യമായിട്ട് വന്നു. ഈ പശ്ചാത്തലത്തിൽ ഗോത്രങ്ങളെ അടിസ്ഥാനമാക്കിയ ഭരണവ്യവസ്ഥ അപ്രത്യക്ഷമാക്കി. അപ്പം നഗരങ്ങളായിട്ട് മാറുകയാണ് അല്ലെ, ഗോത്രങ്ങളായിട്ടുള്ള സാധനങ്ങൾ കച്ചവടമൊക്കെ വളർന്ന സമയത്ത് നഗരങ്ങളായിട്ട് അല്ലെ വലിയ രീതിയിലേക്ക് മാറുകയാണ്. അപ്പം അവിടെ ഗോത്രങ്ങളുടെ ഒരു ഭരണവ്യവസ്ഥയ്ക്ക് അവിടുന്ന് മാറിയിട്ട് പുതിയൊരു സിസ്റ്റം വരണം. ഓക്കെ, അത് പറയുന്നത് along with trade, towns became manufacturing centers for different crafts. Some regulations became necessary to coordinate and regulate such diverse economic activities. In this situation, the tribal form of governments disappeared. അല്ലെ, അതുവരെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ട്രൈബൽ ഫോംസ് ഓഫ് ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, മാറുകയാണ്. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിക്കേ. കൃഷിയോടും മണ്ണിനോടുമുള്ള ഇഴപിരിയാത്ത ബന്ധം ഇക്കാലത്ത് വളർന്നു വന്നു അല്ലെ. അപ്പൊ ആൾക്കാര് കൂടുതലായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുകയാണ് അല്ലെ. അതുവരെ എന്ത് ചെയ്യുക, കാറ്റിലിനെ ബലി കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, കാറ്റിലിനെയൊക്കെ യൂസ് ചെയ്തിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് അവരവരുടെ പ്രദേശം എന്ന കാഴ്ചപ്പാട് രൂപപ്പെടുത്തി. ഒരാള് ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നു അല്ലെ, അല്ലെങ്കിൽ ഒരു കുടുംബം ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നു, അവിടെ എന്താണ്, അത് അവരുടെ കൃഷിയാണ് അല്ലെ, അവരവരുടെ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അത് മാറുകയാണ്. ഇങ്ങനെയാണ് രാഷ്ട്ര രൂപീകരണം യാഥാർത്ഥ്യമായി തീർന്നത്. അപ്പം ഇത് ഞങ്ങളുടേത് അല്ലെ, ഇത് അവരുടേത് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് പിന്നീട് രാഷ്ട്രം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരികയാണ്. ഓക്കെ, ദ inextricable relationship with agriculture and the soil started during this time. This gave rise to the view of one's own land. This is how state formation became a reality. അപ്പം അവരവരുടെ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നപ്പോൾ എന്തായി, ഒരു സ്റ്റേറ്റ് ഫോർമേഷൻ അല്ലെ, ഒരു രാഷ്ട്രം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരികയാണ്. ഓക്കെ, ബുദ്ധകൃതിയായ അംഗുത്തരനികായ എന്ന് പറയുന്ന ബുദ്ധന്റെ ഒരു കൃതിയുണ്ട്. ഇത്തരത്തിൽ നിലവിൽ വന്ന 16 രാഷ്ട്രങ്ങൾ അല്ലെ, ഇതുപോലെ രാഷ്ട്രങ്ങൾ രൂപീകരിച്ചു. അങ്ങനെ വന്നിട്ടുള്ള 16 രാഷ്ട്രങ്ങളെ പറ്റി പറയുന്ന ബുദ്ധൻ എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് അംഗുത്തരനികായ എന്ന് പറയുന്നത്. അതിനെ എന്താ പറയുന്നത്, ആ 16 സ്ഥലങ്ങളെ എന്താ പറയുന്നത്, മഹാജനപദങ്ങൾ. അപ്പൊ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പേരെന്താണ്, വെറും ജനപദമായിരുന്നു അല്ലെ, ജനപദം എന്ന് മാത്രമായിരുന്നു പറഞ്ഞത്. ഇതെന്തായിട്ട് മാറി, മഹാജനപദങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. മേൽ വിവരിച്ച മാറ്റങ്ങളെ ചരിത്രകാരൻ രണ്ടാം നഗരവൽക്കരണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു ചേഞ്ച് അല്ലെ, ഇത്രയും വലിയൊരു ചേഞ്ചിനെ ചരിത്രകാരന്മാർ എന്താണ് പറയുന്നത്, രണ്ടാം നഗരവൽക്കരണം എന്നാണ് പറയുന്നത്. സോ the Buddhist work Anguttara Nikaya speaks of 16 political entities that came into being in this way. These were known as Mahajanapadas. The changes described above are referred to as second urbanization. രണ്ടാം നഗരവൽക്കരണത്തിന് പറയുന്ന പേരെന്താണ്, സെക്കൻഡ് അർബനൈസേഷൻ ബൈ ഹിസ്റ്റോറിയൻസ്. അപ്പൊ ഈ ഒരു ചേഞ്ച് അല്ലെ, മഹാജനപദങ്ങൾ മാറി.
അപ്പം അതിനെയാണ് 16 മഹാജനപദങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? സെക്കൻഡ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് 16 മഹാജനപദങ്ങൾ എന്ന് നോക്കി നിങ്ങൾ. 16 മഹാജനപദാസ് ഏതാണ്? കാംബോജ, ഗാന്ധാര, കുരു, പാഞ്ചാല, കോശല, സൗരസേന, മാത്സ്യ, വത്സ, അവന്തി, ചേതി, അശ്മക, മല്ല, വജ്ജി, കാശി, അംഗ, മഗധ. ഓക്കെ, സോ ഇതാണ് 16 മഹാജനപദങ്ങൾ. കംബോജ, ഗാന്ധാര, കുരു, പഞ്ചാല, കോശള, സൗരസേന, മത്സ്യ, വത്സ, അവന്തി, ചേതി, അശ്മക, മല്ല, വജ്ജി, കാശി, അംഗ, മഗധ. ഇതാണ് 16 മഹാജനപദാസ്. ഓക്കെ, ഇനി നമ്മൾ നഗരങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, സിറ്റീസ് അല്ലെങ്കിൽ നഗരങ്ങൾ. ദീർഘനാളത്തെ യാത്ര കഴിഞ്ഞ് ബുദ്ധനും ശിഷ്യനായ അനന്തനും കുശി നഗരത്തിൽ എത്തിച്ചേർന്നു. അപ്പം ഒരു സ്റ്റോറി പറയാണ്, കുറെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് കുശി നഗരത്തിൽ എത്തിച്ചേർന്നു അല്ലെ. ആഫ്റ്റർ എ ലോങ് ജേർണി ബുദ്ധ ആൻഡ് ഹിസ് ഡിസിപ്പിൾ അനന്ത റീച്ച് ദ സിറ്റി ഓഫ് കുശി നഗര. എന്നിട്ടോ നിരവധി കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തില് ബുദ്ധന് നിർവാണവും കടന്നു വന്നു. കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നിർവാണത്തെ പറ്റിയിട്ടും സംസാരിക്കുകയാണ്. ദ ബുദ്ധാസ് നിർവാണ വാസ് ഓൾസോ ഡിസ്കസ്ഡ് എമംഗ് മെനി തിങ്സ്. പല കാര്യങ്ങളും സംസാരിച്ചപ്പം എന്താണ് അവിടെ പറയുക? അപ്പോഴാണ് ഇവിടെയാണ് നഗരങ്ങൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നോക്കി നിങ്ങള്, കാട്ടിനുള്ളിലെ മൺകുടിലുകൾ മാത്രമുള്ള കുശി നഗരത്തിൽ വെച്ച് മരണത്തെ വരിക്കരുതെന്നും അല്ലെ, ചമ്പ, രാജഗ്രഹ, ശ്രാവസ്തി, സാകേത്, കൗസാംബി, വാരണാസി തുടങ്ങിയ വലിയ നഗരങ്ങളായിരിക്കണം അന്ത്യശ്വാസത്തിനായി തെരഞ്ഞെടുക്കേണ്ടതെന്നും ആനന്ദൻ അഭിപ്രായപ്പെട്ടു. അപ്പൊ അവര് തമ്മിൽ മരണത്തെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ് അല്ലെ. അപ്പം എന്താണ് ആനന്ദൻ പറയുന്നത്? ബുദ്ധനോട് എന്താ പറയുന്നത്? നിങ്ങള് എന്താണ് ഇങ്ങനെ ഇങ്ങനത്തെ കുടിലുകളൊക്കെ ഉള്ള ഈ ഒരു ചെറിയ സ്ഥലത്ത് വെച്ചിട്ട് അന്ത്യശ്വാസം നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. എവിടെ പോകണം? വലിയ നഗരങ്ങളിൽ അല്ലെ. അപ്പൊ അവിടെയാണ് അല്ലെ ജനപദങ്ങളൊക്കെ മാറി. എന്താണ് നഗരങ്ങൾ എന്ന് പറയുന്നത്? സിറ്റീസ് ആയിട്ട് മാറിയിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അപ്പം അന്നത്തെ സിറ്റീസ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ചമ്പ, രാജഗ്രഹ, ശ്രാവസ്തി, സാകേത, കൗസാംബി, വാരണാസി. ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്ത് വേണം നിങ്ങൾ പ്രിഫർ ചെയ്യാൻ എന്ന് പറയുമ്പം അവിടെ നഗരങ്ങൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? യെസ്. സോ Ananda suggested Buddha that he should not attain nirvana at a place like Kushinara, where there were only mud huts in a forest. കാട്ടിൽ കുറച്ച് എന്താ മണ്ണിന്റെ കുറച്ച് ഹട്ട് മാത്രമുള്ള സ്ഥലത്ത് നിങ്ങൾ മരണം ചൂസ് ചെയ്യാൻ പാടില്ല. Instead, the Buddha should select bigger cities. വലിയ സിറ്റീസ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചമ്പ, രാജഗ്രഹ, ശ്രാവസ്തി, സാകേത, കൗസംബി ഓർ വാരണാസി. അത് ബുദ്ധിസ്റ്റ് വർക്ക് ആയിട്ടുള്ള ദിഖാ നികായയിലുള്ള കാര്യമാണ്. ആ ഒരു സ്റ്റോറിയാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മള് മഹാജനപദങ്ങളെ പറഞ്ഞില്ലേ? ഈ മഹാജനപദങ്ങളില് എങ്ങനെയാണ് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം? ഓക്കെ, മഹാജനപദങ്ങളിലെ ഭരണ സംവിധാനമാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. സോ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ മഹാജനപദാസ്. മഹാജനപദത്തിലെ ഭരണ സംവിധാനം. സമകാലിക കൃതികൾ മഹാജനപദങ്ങളിലെ ഭരണ സംവിധാനത്തെ കുറിച്ച് ചില വിവരങ്ങൾ തരുന്നുണ്ട്. നമുക്ക് ചില ബുക്കൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഭരണം എങ്ങനെയായിരുന്നു, ഇന്നത്തെ ഭരണമാണോ അന്നത്തെ ഭരണം എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. So, contemporary works provide some information about the administrative systems of the Mahajanapadas. അക്കാലത്ത് കാര്യക്ഷമമായ നികുതി പിരിവ് സമ്പ്രദായം, അവിടെ ആ സമയത്ത് മഹാജനപദാസ് ഉള്ള സമയത്ത് കാര്യമായിട്ടുള്ള നികുതി പിരിവ് സമ്പ്രദായവും സ്ഥിര സൈന്യവും നിലവിൽ വന്നു. ഓക്കെ, സ്ഥിര സൈന്യവും നികുതി പിരിവും നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ആൻ എഫിഷ്യന്റ് സിസ്റ്റം ഓഫ് ടാക്സ് കളക്ഷൻ നല്ല ഒരു ടാക്സ് കളക്ഷന്റെ ഒരു എഫിഷ്യന്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. ആൻഡ് എ സ്റ്റാൻഡിങ് ആർമി സ്ഥിര സൈന്യം സ്ഥിര സൈന്യവും ഡെവലപ്ഡ് ഡ്യൂറിങ്
റിച്ചസ്റ്റ് ടൈം. അതാണ് മഹാജനപദങ്ങളിലെ ഭരണ സംവിധാനം. അന്നത്തെ ഭരണം എങ്ങനെയായിരുന്നു നമുക്ക് ചില ബുക്കുകൾ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ എന്താ നമുക്ക് മനസ്സിലായത്? ആ സമയത്ത് വളരെ നന്നായിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ ടാക്സ് കളക്ഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്റ്റാൻഡിങ് ആർമിയും ഉണ്ടായിരുന്നു. ഓക്കെ, പാലി ഭാഷയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കാണുന്ന ബലി എന്ന പദം, പാലി ഭാഷയിലുള്ള ബുക്കുകളുണ്ട്. ആ ബുക്കിൽ നോക്കുമ്പോൾ അതിനകത്ത് ബലി എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ബലി എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം നികുതി എന്നാണ്, ടാക്സ് എന്നാണ് കേട്ടോ. സോ ദ വേർഡ് ബലി ഫൗണ്ട് ഇൻ പാലി ടെക്സ്റ്റ് മീൻസ് ടാക്സ്. ടാക്സ് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഭാഗ എന്നത് മറ്റൊരു തരം നികുതിയായിരുന്നു. അപ്പൊ ബലി എന്ന് കണ്ടു കഴിഞ്ഞാലും ഭാഗ എന്ന് കണ്ടു കഴിഞ്ഞാലും അതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? നികുതി എന്ന് തന്നെയാണ് കേട്ടോ. ഭാഗ ഈസ് അനദർ ടൈപ്പ് ഓഫ് ടാക്സ്. പിന്നെ അന്ന് അവർ നികുതി കൊടുത്തിട്ടുള്ള എന്തിനൊക്കെയാന്നാ പറയുന്നത്? നമ്മള് പൈസയല്ലേ ഇപ്പൊ നികുതിയായിട്ട് അടയ്ക്കുന്നത്. എന്തൊക്കെയായിരുന്നു നികുതിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ധാന്യങ്ങള്, കന്നുകാലികള് എന്നിവയായിരുന്നു മുഖ്യമായിട്ടും നികുതിയായിട്ട് നൽകിയിരുന്നത്. അപ്പൊ അവര് ഗ്രെയിനും കാറ്റിലുമായിരുന്നു എന്തായിട്ടുണ്ടായിരുന്നത്? അവരുടെ മെയിൻ ടാക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഗ്രെയിനും കാറ്റിലുമായിരുന്നു. വനങ്ങളിൽ താമസിച്ചിരുന്നവർ വനവിഭവങ്ങൾ നികുതിയായി നൽകി, അല്ലെ? അപ്പം നല്ല കാട്ടുപ്രദേശത്തൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാര് ധാന്യങ്ങളായിരുന്നില്ല അവര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവര് ആ വനത്തിൽ നിന്ന് കിട്ടുന്ന വനവിഭവങ്ങൾ ഉണ്ട് അല്ലെ, വനത്തിൽ നിന്ന് പല സാധനങ്ങൾ കിട്ടും, അതാണ് അവര് നികുതിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ. സോ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആണ് അവര് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ടാക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേ സ്ഥാനത്ത് കരകൗശല തൊഴിലാളികളെ എന്താ നികുതിയായിട്ട് കൊടുത്തത്? കരകൗശല തൊഴിലാളികൾ നിശ്ചിത ദിവസം രാജാവിന് വേണ്ടിയിട്ട് ജോലി ചെയ്തു. ഓക്കെ, കരകൗശല തൊഴിലാളികൾ എന്താ ചെയ്തത്? നിശ്ചിത ദിവസം അവര് രാജാവിന് വേണ്ടിയിട്ട് ജോലി ചെയ്തു. വൈൽ ആർട്ടിസൻസ് വർക്ക് ഫോർ ദ കിങ് ഓൺ ഫിക്സഡ് ഡേയ്സ്. അപ്പം നിശ്ചിത ദിവസം അവര് രാജാവിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുകയാണ് ചെയ്തത്. സോ ഇതാണ് അന്നത്തെ ഒരു നികുതി സമ്പ്രദായത്തിനെ പറ്റി നമുക്ക് കിട്ടുന്ന ഐഡിയ. അപ്പം പാലിയില് ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നികുതിയാണ് കാണിക്കുന്നത്. അവര് കന്നുകാലികളും ധാന്യങ്ങളും ഒക്കെ നികുതിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു, വനവിഭവങ്ങൾ കൊടുത്തു. ഇനി കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാര് നിശ്ചിത ദിവസം എന്ത് ചെയ്തു? രാജാവിന് വേണ്ടിയിട്ട് പണി ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഭരണ നിർവഹണത്തിനായി ധാരാളം ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. ഭരണം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ശതപഥ ബ്രാഹ്മണ എന്താണ്? ശതപഥ ബ്രാഹ്മണ എന്ന കൃതിയിൽ രാജാവിനെ സഹായിച്ചിരുന്ന സേനാനി, ആരൊക്കെയാണ് രാജാവിനെ സഹായിച്ചത്? സേനാനി, പുരോഹിതൻ, ഗ്രാമണി. ഓക്കെ, രാജാവിനെ സഹായിച്ചിട്ടുള്ള സേനാനി ഉണ്ട്, പുരോഹിതനുണ്ട്, ബ്രാഹ്മണനുണ്ട്. ഓക്കെ, ഇവരെ പറ്റിയൊക്കെ നമുക്ക് ഈ ശതപഥ ബ്രാഹ്മണ എന്ന് പറയുന്ന പുസ്തകത്തിൽ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. മഹാജനപദങ്ങൾക്ക് കോട്ടകളും തലസ്ഥാന നഗരികളും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കിപ്പം നമ്മുടെ കൺട്രിയിൽ കുറെ കോട്ടകൾ ഉണ്ട് അല്ലെ. നിങ്ങൾക്ക് കുറെ കിഴക്കേ കോട്ട, ഈസ്റ്റ് ഫോർട്ട്, അങ്ങനെ കോട്ടകൾ നിങ്ങൾ ബേക്കൽ കോട്ട, ബേക്കൽ ഫോർട്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പം ഈ മഹാജനപദങ്ങൾക്ക് കോട്ടകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്ക് തലസ്ഥാനമുണ്ട് അല്ലെ. ഇപ്പൊ കേരളത്തിലാണെങ്കിലും തലസ്ഥാനമുണ്ട് അല്ലെ. അതുപോലെ തന്നെ അന്നത്തെ മഹാജനപദങ്ങൾക്കും എന്തുണ്ടായിരുന്നു? തലസ്ഥാന നഗരികളും കോട്ടകളും ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, so there were many officials for carrying out administration carry ചെയ്യാൻ കുറെ officials ഉണ്ടായിരുന്നു. വർക്ക് ശതപഥ ബ്രാഹ്മണ എന്താ പറയുന്നത്? ശതപഥ ബ്രാഹ്മണത്തിൽ എന്താ പറയുന്നത്? സേനാനി, പുരോഹിത, ഗ്രാമണി ഇവരൊക്കെ രാജാവിനെ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു എന്ന് പറയുന്നുണ്ട്. മഹാജനപദാസ് ഹാഡ് ഫോർട്ട്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തുണ്ടായിരുന്നു? ക്യാപിറ്റൽ സിറ്റീസ്, തലസ്ഥാന നഗരികളും ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ജനപദങ്ങളെ പറ്റിയിട്ടും മഹാജനപദങ്ങളെ പറ്റിയിട്ടുമാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് മഹാജനപദം എങ്ങനെയാണ് വന്നിട്ടുള്ളത് അല്ലെ. പിന്നെ നമ്മള് എന്താണ് രണ്ടാം നഗരവൽക്കരണം എന്താന്ന് പഠിച്ചു അല്ലെ. 16 മഹാജനപദങ്ങളുടെ പേരുകൾ പഠിച്ചു. അവിടെ നിന്നിട്ടുണ്ടായിരുന്ന ടാക്സ് അല്ലെ, നികുതി എങ്ങനെയായിരുന്നു അല്ലെ. അരിയായിട്ടും ധാന്യങ്ങളായിട്ടും വനവിഭവങ്ങളായിട്ടും കന്നുകാലികളായിട്ടും ജോലി തന്നെ ചെയ്തു കൊടുത്തിട്ടും അല്ലെ, അങ്ങനെ പലതരത്തിലുള്ള നികുതികള്, ഭരണ സംവിധാനങ്ങള്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റങ്ങള് അല്ലെ,
സ്ഥിരമായിട്ടുള്ള സൈന്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്